പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം സാർ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോടതിയിൽ വാദം തുടരുകയാണ്. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ ശേഷം ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, അത് തെറ്റായ നടപടിയാണ്. കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണോ ഇപ്പോൾ കെജ്രിവാളിന്റെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്? വേറെ ആരെങ്കിലും അറസ്റ്റ്, ഈ BJPയുടെ ആരെങ്കിലും ED അന്വേഷിച്ചിട്ടുണ്ടോ? വ്യക്തമായ തെളിവുകൾ കെജ്രിവാളിനെതിരെ ഉണ്ടെന്ന് ED പറയുന്നു. കോടതിയിൽ അങ്ങനെ പറയുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലാക്കണം. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കേസെടുക്കണം, കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ശിക്ഷിക്കണം. ഇയാളെ പോലെ ഒരാളെന്താ ഒളിച്ചോടിപ്പോവും ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ? അതാണ് ചോദിക്കാനുള്ളത്. തെറ്റ് ചെയ്തെന്ന് അവരല്ലേ പറയണേ, വിധി പറയേണ്ടത് കോടതിയല്ലേ. അപ്പോൾ കെജ്രിവാളെ പോലെ ഒരാൾ, അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പറന്ന് വേറെവിടെയെങ്കിലും പിടിക്കുമോ, ഒളിച്ചു പോവുമോ, എന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ വിൻഡിറ്റീവാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിക്കുകയും അവരെ ജയിലിലടച്ചുകൊണ്ട് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കെജ്രിവാളിന്റെ ഒരു അറസ്റ്റിനെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായാണ് എതിർക്കുന്നത്. അത് ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ അത് കൂടുതൽ നല്ലതായിട്ട് ഇടയാക്കിയിട്ടുണ്ടോ? സർക്കാർ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ കടന്നാക്രമിക്കുമ്പോൾ പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടും, ഐക്യം. അത് നല്ലതാണ്, അങ്ങനെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് വലിയ അനീതിയാണ് ചെയ്യുന്നത്. നാളെ കേരളത്തിലും ചെയ്തുകൂടെ? ഞാൻ ചോദിക്കുക. ഇപ്പോൾ അങ്ങക്കെതിരെയും ED പലതവണ ഹാജരാകണം എന്നുള്ള രീതിയിൽ നോട്ടീസുകൾ നൽകിയിരുന്നു. അങ്ങ് ആവർത്തിച്ച് പറയുന്നത് EDക്ക് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ്. കോടതിയിലല്ലേ ഇന്ന്? കോടതി അലക്ഷ്യ, കോടതി കേസ് നടക്കുമ്പോഴത്തേനും വീണ്ടും ചെല്ലാനായിട്ട് നോട്ടീസ് അയക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തവണ കോടതിയിൽ ED അല്ലേ, ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി ദിവസം വേണം, എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നു പറയാൻ എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അപ്പോൾ വെറുതെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തണ്ട, ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങത്തില്ല. ഈ കെജ്രിവാളിന്റെ ഈ ഒരു അറസ്റ്റ് ദേശീയ തലത്തിൽ BJPക്ക് ഒരു തിരിച്ചടിയാകുമോ? BJP ശ്രദ്ധ തിരിക്കാൻ എന്നിപ്പോൾ നിങ്ങൾ ഇതല്ലേ ചോദിക്കുന്നു? നിങ്ങളാരെങ്കിലും ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ചോദിക്കുന്നുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം BJPയുടെ സംഘടിതമായിട്ടുള്ള അഴിമതിയാണ്. ഈ ED ഉപയോഗിച്ച് കമ്പനികളെയും മറ്റും ഭീഷണിപ്പെടുത്തുക, റെയ്ഡ് ചെയ്യുക, എന്നിട്ട് എക്സ്റ്റോർട്ട് ചെയ്യുക പണം. അതിൽ നടന്നുകൊണ്ടിരിക്കണേ. അത് ഏതെങ്കിലും മാധ്യമത്തിൽ ചർച്ച വരുമോ? എല്ലാം കെജ്രിവാളിൻ്റെ പോയില്ലേ? അപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെ ഇത്തരത്തിൽ BJPയുടെ മൗനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ഇലക്ട്രൽ ബോണ്ട് വിഷയം പൂർണ്ണമായും രാജ്യത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? മാറത്തൊന്നുമില്ല, ഞങ്ങൾ സമ്മതിക്കുമോ മാറാനായിട്ട്? പക്ഷെ അവർ ചിന്തിക്കുന്നത് മാറ്റാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കെതിരെ ഞങ്ങൾ വേറെ അഴിമതി പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിക്കുന്നു എന്നൊരു നിലപാട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കൊണ്ടുവരും. ഇനി PM കെയേഴ്സ് ഫണ്ടിന്റെ 12,000 കോടി രൂപയാണ്. അതെവിടെന്നാ, ഏതൊക്കെ കമ്പനിയാണ് വന്നത്? ഇതൊന്നും ഇന്ത്യൻ ജനത അറിയണ്ട. PMന്റെ പേര്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരോടൊന്നും ഒന്നും പറയില്ല, തങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നൊക്കെ പറയുന്നൊരു അഹന്തയും ഹുങ്കും ഉണ്ടല്ലോ. അത് BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു അഴിമതി കേസിൽ രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലാവുന്ന ഈ അരവിന്ദ് കെജ്രിവാൾ. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണോ EDയുടെ ആ ഒരു നടപടി പോകുന്നത്? ഞങ്ങൾ എന്തും ചെയ്തു കളയും എന്നുള്ള സന്ദേശം നൽകാനാണ്. പേടിക്കേണ്ടവർ പേടിച്ചോട്ടെ, ഇവിടെ പേടിയൊന്നുമില്ല. എന്നാ ചെയ്യാനാണ്? ഓക്കെ, നമ്മൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കെജ്രിവാൾ വിഷയം, ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയമൊക്കെ BJP ഏത് രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? BJPയുടെ ഗ്രാഫ് താഴേക്കാണെന്ന്. ഒരു സ്ഥലത്ത് പോലും ഒരു 2ാം സ്ഥാനത്തേക്ക് വരത്തില്ല. ഈ പത്തനംതിട്ട മണ്ഡലം 29.6% വോട്ട് കഴിഞ്ഞ് 2019 നേടിയ, അതിൽ നിന്ന് താഴേക്ക് പോകുന്നു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 16%. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ 12-ലേക്ക് താഴും. മനസ്സിലായില്ലേ? എനിക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഗ്രാഫ് താഴേക്കാണ്.
ഇപ്പോൾ അവസാനം ഒരു ചോദ്യം കൂടി. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. മത ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് ഏത് ഭാഗത്തേക്ക് തിരിയാനുള്ളൊരു സാധ്യതയാണുള്ളത്? ഇത് ആക്സിഡന്റലാണ്. ബോധപൂർവം 3 പേര് അങ്ങനെ വെച്ചതാണ്. അത് മതം നോക്കിയിട്ടാണ് LDF വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിലല്ല, അങ്ങനെ വന്ന് ഭവിച്ചിരിക്കുന്നു. അത്ര എടുത്താച്ചാൽ മതി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത്. ഒപ്പം തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണെന്ന ഒരു കാര്യം കൂടി ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.